സെക്കൻഡ് സ്റ്റാർസ് മീഡിയയുടെ സെക്കൻഡ് അവാർഡ് നൈറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് നടക്കുന്നത് നമ്മുടെ വെള്ളടയിലുള്ള ജെഎം ഹാളിലാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഇന്ന് അവാർഡ് വാങ്ങാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രതിഭകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ആർട്ടിസ്റ്റ് കൂടെയാണ്. അപ്പോൾ പുള്ളിയുടെ സ്റ്റുഡൻസ് ഉണ്ട്. ശരണ, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷമാണ്. ഇങ്ങനെയുള്ള കലാകാരന്മാരെയും ഞങ്ങളെപ്പോലെയുള്ള ഏറ്റവും താഴെക്കിടയിലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് സെക്കൻഡ് സ്റ്റാർസ് മീഡിയയിൽ. ഞാനിപ്പോൾ ഇത് 2ാമത്തെ വർഷമാണ് അവാർഡ് നൈറ്റിന് വരുന്നത്. വളരെ സന്തോഷം. എന്നെ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തി ഒരു നൃത്തം അവതരിപ്പിക്കാൻ ഇവിടെ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്ന എല്ലാവർക്കും നന്ദിയാണ്. നിക്സ ജോയ്സ് ജോയൻ, അവരുടെ ഫാമിലി ഉണ്ട്. നമുക്ക് നിക്സയോട് നിക്സ, എന്തൊക്കെ അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്? എനിക്ക് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആൻഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്. നമ്മൾ എഴുതുന്ന മലയാള പാട്ടുകളാണ്. പക്ഷെ മലയാളം ഒന്നുമല്ല, ഇന്ത്യൻ ലാംഗ്വേജ് ഒന്നും പുള്ളിക്കാരി കൈവയ്ക്കത്തില്ല, കേൾക്കാൻ പോലും മെനക്കെടുത്തില്ല. കുറ്റം പറയുകയല്ല, പക്ഷെ അവളുടെ ജോണർ മുഴുവനും നമ്മുടെ തായ്, സ്പാനിഷ്, ലാറ്റിൻ, കൊറിയൻ അതിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവള് സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ളതിനാണ് യൂട്യൂബിൽ തിരഞ്ഞെടുക്കുന്നതെന്നാണ്. മോളുടെ ഈ നേട്ടം എന്ത് തോന്നുന്നു? പിന്നെ ഭയങ്കര അഭിമാനമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ്. പിന്നെ നമുക്ക് ഇവളിത് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവക്ക് നല്ലൊരു, ഇപ്പൊ തായ് ആണെങ്കിലും കൊറിയൻ ആണെങ്കിലും അവള് നല്ല പ്രൊനൗൺസിയേഷനിൽ അവൾക്കത് വഴങ്ങി വരാറുണ്ട്. നമുക്കത് എന്താണെന്ന് പോലും മനസ്സിലാകാത്ത ഭാഷ അവൾക്ക് വഴങ്ങി വരുമ്പോൾ അവൾക്ക് സ്വതവേ ആ ഒരു കഴിവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയിരുന്നത് തന്നെ. അപ്പൊ എന്നും രാത്രിയിൽ ഒരുപാട് ഒരു 50-ലധികം സോങ്ങുകൾ ഇവള് തനിയെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പാടും. അപ്പോഴാണ് നമുക്ക് തോന്നിയത് ഇത് ഇത്രയും അധികം പാട്ടുകൾ ഒറ്റയടിക്ക് പാടാൻ എന്നും പാടുന്നുണ്ടെങ്കിൽ ഇതൊരു കഴിവ് തന്നെയാണ്. അത്രയും ടാലന്റഡ് ആണ്. 2 hours 3 hours ഒക്കെ കണ്ടിന്യൂസ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രയത്നത്തിലേക്ക് വന്നത്. അത് സാധിച്ചെടുക്കുകയും ചെയ്തു. വളരെ സന്തോഷം. ഇപ്പൊ കൊറിയൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് അപ്പം ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ വെക്കേഷൻ സമയമായപ്പം ഇപ്പൊ തനിയെ ചൈനീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ലക്ഷ്യം മോളുടെ എന്താണ്? ഇനിയും ഇപ്പൊ 37 പാട്ടിലല്ലേ എടുത്തത്, ഇനി 50 പാട്ടോട് പാടി ഇനിയും റെക്കോർഡ് എടുക്കണമെന്നാണ്. എന്റെ റെക്കോർഡ് എനിക്ക് തന്നെ പഠിക്കണം. കൊറിയൻ ഭാഷയെന്ന് മാത്രമല്ല ആ സോൺ മുഴുവനും, അതായത് കൊറിയ, തായ്, ജാപ്പനീസ്, ചൈനീസ്, ആ ഭാഷകളോട് താല്പര്യം. വേറെ ഭാഷ ഇംഗ്ലീഷ് ഒന്നും അതല്ല താല്പര്യം. ഇംഗ്ലീഷ് ഭാഷയൊക്കെ അറിയാമെങ്കിലും അത് കേൾക്കുമ്പോൾ ചെറുപ്പത്തിലെ പോലും അത് കേൾക്കുമ്പോൾ ഒരു കുളിര് കോരുന്നൊരവസ്ഥ, എന്തോ ഒരു ഫീലാണെന്നാണ് പറയുന്നത്. അത് പഠിക്കാൻ എളുപ്പമാണ്, അവൾക്കത് മനസ്സിലാകും, പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് വരും. ഇതെല്ലാം അവൾക്കത് കിട്ടുന്നുണ്ട്. അത് സ്വതമേ കിട്ടിയ ഒരു കഴിവാണ്. അവൾ അത് പഠിച്ചെടുത്തെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് പോലും കേട്ടാൽ കൊറിയൻ നമുക്ക് പ്രൊനൗൺസ് ചെയ്ത് അതേപോലെ പറയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പൊ ചൈനീസ് സ്വന്തമായിട്ട് പഠിക്കും. ലോകത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഷയാണ് ചൈനീസ് എന്ന് പറയുന്നത്. ചൈനീസ് സ്വന്തമായിട്ട് ഡ്യുയോലിംഗോ ആപ്പ് എടുത്ത് വെച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷം ജൂണിലാണ് പീറ്റാൻജോ മോജോ എന്ന് പറഞ്ഞ കൊടയുണ്ടല്ലോ, ആ കൊടയുടെ പരസ്യകാലത്തില് മോളവിടെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അച്ഛനും അമ്മയും വലിയ അഭിമാനത്തിലാണ്, സഹോദരങ്ങളും വലിയ അഭിമാനത്തിലാണ്. അപ്പോൾ എന്തായാലും മോളുടെ ഈ നേട്ടം നമ്മുടെ നാടിനും കുടുംബത്തിനും കുടുംബക്കാർക്കും എല്ലാം അംഗീകരിക്കപ്പെട്ടതാകുന്നു. എന്തായാലും വളരെയധികം. ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും. പക്ഷേ ഏതൊരു അവാർഡിനെക്കാളും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ ഗുരുക്കന്മാരുടെ പേരുള്ള അവാർഡാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സന്തോഷം, വളരെ സന്തോഷം. ഈ പുരസ്കാരം സുരേഷ് വെട്ടിയറം സാറാണ്. ഒരു കവിയും അതുപോലെ തന്നെ ഒരു വിൽപ്പാട്ട് കലാകാരനും കൂടെയാണ്. സാർ എന്ത് തോന്നുന്നു ഈ നിമിഷം? തീർച്ചയായിട്ടും നിറഞ്ഞ സന്തോഷമാണ് തോന്നുന്നത്. കാരണം സെക്കൻഡ് സ്റ്റാർ മീഡിയയുടെ
ഈ അവാർഡ് എനിക്ക് വിൽപ്പാട്ട് രംഗത്ത് നൽകുന്നു എന്ന് വിനോദ് ദീപാലയം വിളിച്ചു പറയുമ്പോൾ അപ്പോൾ അദ്ദേഹം അതിൽ കൂടെ ഒരു വാക്ക് കൂട്ടിച്ചേർത്തു. കിളിയൂർ ജയചന്ദ്രൻ സാറിന്റെ സ്മരണാർത്ഥമാണ് നൽകുന്നത്. അത് എന്നെ ഏറെ മനസ്സിനെ അതിന് വാക്കുകളില്ല പറയുന്നതിന് വേണ്ടി. കാരണം എൻ്റെ കുട്ടിനാൾ മുതൽ ഹാർമോണിയവുമായിട്ട് നല്ല നിറഞ്ഞ പുഞ്ചിരിയും നിറഞ്ഞ സൗന്ദര്യവും വെളുത്തു തുടുത്ത മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ എനിക്കൊരു അവാർഡ് ലഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാനത് വളരെ മനസ്സിനോട് ചേർത്ത് വെച്ചു. എന്തായാലും ആ സാറിൻ്റെ മകനുമായി ഞാൻ ട്യൂട്ടോറിയൽ ഫീൽഡിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും സെക്കൻഡ് സ്റ്റാർ മീഡിയ നൽകിയ അവാർഡ് ഏറ്റുവാങ്ങിയത് വളരെ വളരെ സന്തോഷം. ഇനിയും ഇതുപോലുള്ള പുരസ്കാരങ്ങൾ സെക്കൻഡ് സ്റ്റാർ മീഡിയയിൽ നിന്നും നമ്മുടെ മലയോര ഗ്രാമമായ ഈ പ്രദേശത്തെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഉണ്ടാകണം. അതിന് സെക്കൻഡ് സ്റ്റാർ മീഡിയയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ അവാർഡ് ഒരു വലിയ സർക്കാരിന്റെ അവാർഡായി ഞാൻ അംഗീകരിക്കുന്നു. സെക്കൻഡ് സ്റ്റാർസ് മീഡിയയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ കോവിലൂർ രാധാകൃഷ്ണൻ സാറുണ്ട്. ഒരു നല്ലൊരു കലാകാരനാണ്, നോവലിസ്റ്റാണ്, അതുപോലെ ജോത്സ്യനാണ് അല്ലേ? ഈ ഒരു അവസരത്തെ എങ്ങനെ നോക്കിക്കാണും? വളരെ അഭിമാനകരമായ അവസരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒരുപാട് കലാകാരന്മാർ, ഏതൊരു കലാകാരനും അംഗീകാരം അവൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കലാകാരന്മാരെ, ശ്രേഷ്ഠരായ കലാകാരന്മാരെ നമ്മൾ തേടിപ്പിടിച്ച് അവർക്ക് അംഗീകാരം കൊടുത്ത് ആദരിക്കുക എന്നുള്ളത് അവരേക്കാൾ സന്തോഷമുള്ളത് നമ്മൾ സെക്കൻഡ് സ്റ്റാർ മീഡിയയുടെ അംഗങ്ങളെന്നുള്ള രീതിയിൽ നമുക്ക് സന്തോഷം പകരുന്നതാണ്. നമ്മുടെ ഈ സാറി പറഞ്ഞതുപോലെ പല സ്ഥലത്ത് പല അവാർഡുകൾ ഇപ്പോൾ പ്രാവശ്യം കൊടുക്കുന്നതാണ്. കലാകാരൻ മാത്രമല്ല, പല മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര കാലം കൊണ്ടാണ് കഴിഞ്ഞത്? ഇതിന്റെ ഒരു പ്രയത്നം എങ്ങനെയായിരുന്നു? വളരെ വലിയ പ്രയത്നമാണ്. ഒരു 3 മാസം കൊണ്ട് ഞങ്ങൾ ഇതിന്റെ പുറകിലാണ്. ഓരോരുത്തരെയൊക്കെ നേരിട്ട് കണ്ടും ഫോൺ വഴി കോണ്ടാക്ട് ചെയ്ത് ഇതിന്റെ പുറകിൽ തന്നെയാണ്. 3 മാസം കൊണ്ട് നമ്മൾ ഇതിന്റെ പുറകിലുണ്ട്. തലപ്പൊക്കമുള്ള ഒരു ലീഡറുണ്ട്, അതായത് ഇതിന്റെ പ്രസിഡന്റ് സ്റ്റാൻലി കുട്ടൻകുരിക്കലാണ്. അദ്ദേഹം എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വളരെ വിജയിച്ച ആളാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾ കണ്ടില്ല. ഞങ്ങളെല്ലാവരും ഒരു ഞെട്ടിലെ പുഷ്പങ്ങൾ പോലെ ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. ഇനിയും ഇതിലും നല്ല പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും താങ്ക് യു സർ. താങ്ക് യു സർ. You are watching TV Next. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.